Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer ആരാണ്? രേവതിയാണ്. Oh Lord, thank you for this new day. Please guide my steps, calm my anxious thoughts, and fill my heart with your peace. Help me to love other well and to trust in your plan. Good afternoon, ma'am. Good afternoon, friends. Thought of the day. ഞാൻ പറയാം മാം. The hand is the instrument of intelligence. Maria Montessori. Good afternoon, ma'am. Good afternoon, friends. Sign in. Sign in. ആരുമില്ലേ സൈൻ ചെയ്യാൻ? ഞാൻ ചെയ്യണോ? മാം, ഞാൻ അബ്ദുൽ കലാം സാറിന്റെ ഒരു തോട്ട് പറയാം. എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷവും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം. Okay. Yes. Good afternoon to all. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ അധികമായില്ലേ കണ്ടിട്ട് നമ്മള്. കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഉണ്ടായില്ല, റിപ്പബ്ലിക് ഡേ ആയിരുന്നു. വേറെ എന്താണ് പുതിയ വിശേഷങ്ങൾ? എന്തെങ്കിലും പൂയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തൈപ്പൂയം ആഘോഷിച്ചോ? സെലിബ്രേഷൻ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഭയങ്കര ആഘോഷമാണ് പൂയം. ഇവിടെയും കാവടിയാട്ടം ഒക്കെ ഉണ്ട്. എന്നുകൂടി ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഓൾറെഡി സെമിനാർ അല്ലേ, ടോപ്പിക്സ് തീർന്നിട്ടില്ലല്ലോ. അതെ, ഇന്ന് ആരൊക്കെ എടുക്കുന്നത്? ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നു. സഫീദയുടെ ടോപ്പിക് ഏതാ? ആസിഡ് പ്രസിപ്പിറ്റേഷൻ, മേജർ ഗ്ലോബൽ എൻവയോൺമെന്റ് ത്രെറ്റ്സ് ആയിട്ടുള്ള ആസിഡ് പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, വേറെ ആരുണ്ട്? സോന, സോന ഷാജഹാൻ. യെസ് മാം. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. സോനയുടെ ക്ലാസ്സിനെ പറ്റി ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കേട്ടോ. അതെയോ? താങ്ക് യു മാം. മാമിന് സുഖമല്ലേ? പിന്നെ സുറുമി റസ്മിന ഒന്നും ഇല്ലെന്ന് ക്ലാസ്സില്? ഓക്കെ. എന്താണ് വനജ ടീച്ചറെ വിശേഷം? നല്ലത് മിസ്, അങ്ങനെ പോണു. ഞങ്ങള് 7th പ്രാക്ടിക്കലിന് വരുന്നുണ്ട്. മിസ് ഉണ്ടാവില്ല അവിടെ? ചിലപ്പോ ആവില്ല. എല്ലാവരും നേരിട്ട് കാണാൻ കൂടി ആയിട്ടാണ് വരുന്നത്. അന്ന് ഈ കോൺവൊക്കേഷൻ ഉണ്ട്, 3 ബാച്ചിന്റെ. ഓക്കെ, അപ്പോ ഞാനാണ് എല്ലാ കോൺവൊക്കേഷൻ ആങ്കറിങ് ചെയ്യുന്നത്. എനിക്ക് ചിലപ്പോ താഴത്തേക്ക് വരാൻ പറ്റിയാലും ഞാൻ വരാം. സൈൻ ചെയ്യണമെന്നായിരുന്നു റെക്കോർഡ്. അപ്പോ നോക്കട്ടെ, കാണാൻ നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും.
അപ്പൊ രണ്ടും രണ്ടിടത്താണോ ഇന്ന് നടത്തുന്നത്? താഴെയും മുകളിലും. ബിൽഡിങ്ങിന്റെ ടോപ്പിലാണ് കോൺവൊക്കേഷൻ. താഴെ നമ്മുടെ ഓഫീസിന് തൊട്ടടുത്ത് തന്നെയാണ് ക്ലാസ് പ്രാക്ടിക്കൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാവരും അപ്പൊ വരുന്നുണ്ടോ? ഗ്യാപ്പ് കിട്ടുമ്പോ ഒന്ന് വരാലോ. വരാൻ പറ്റും. കൂടുതൽ നേരം നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കാണാം നമുക്ക് കേട്ടോ. എല്ലാവരും വരുന്നുണ്ടോ? എങ്ങനെയാണ്? എനിക്കാണെങ്കിൽ വരണമെന്നുണ്ട് മിസ്സേ. ഡോക്ടറിന്റെ ഇനിയും റിവ്യൂ ഉണ്ട്. വേണ്ട വേണ്ട, അതിന് വരണ്ട. അതിന് കോൺവൊക്കേഷനെ വന്നാൽ മതി കേട്ടോ. ഓക്കെ. എങ്ങനെയുണ്ട്? ശരിയായോ? ആയിക്കൊണ്ടിരിക്കുന്നു മാം. നടക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഒത്തിരി ഇരിക്കുമ്പോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബെൽറ്റ് ഒക്കെ ഉണ്ട്, ബെൽറ്റ് കെട്ടണം. പതിയെ സുഖമായിട്ടൊക്കെ വന്നാൽ മതി. ഓക്കെ മാം. സെമിനാറ് ഇപ്പൊ ആരാ എടുക്കുന്ന? സഫീദയാണ് അല്ലെ? സഫീദയുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് അല്ലേ ആരെടുത്തത്? സോന എടുത്തതാണോ മോട്ടോർ വെഹിക്കിൾ ആക്ട്? അല്ല, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് കൺട്രോൾ ബോർഡ് എടുത്ത്. ഓക്കെ ഓക്കെ. ബാക്കി വാട്ടർ ആക്ടും എയർ ആക്ട് ഒക്കെ ആരെടുത്തെ? വാട്ടർ എയറും കഴിഞ്ഞു, അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ജോഫി വരെ എടുത്തിട്ടുണ്ട്. എയർ ആക്ട് ജോഫി അല്ലേ എടുത്തത്? അതെ. മോട്ടോർ വെഹിക്കിൾ ആക്ട് ആരായിരുന്നു? അറിയാമോ മോട്ടോർ വെഹിക്കിൾ ആക്ട്? സുഷ്മ പ്രിപ്പയറാണോ? പ്രിപ്പയർഡ് ആണ്. മോൾ അടുത്തുണ്ട്, ചിലപ്പോ ഡിസ്റ്റർബൻസ് ആവാൻ മതിയാവും. എടുത്തോ. കേൾക്കാം മിസ്സേ? മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. ഇതില് മെയിൻ ആയിട്ട് പറയുന്നത് വാഹനങ്ങളുടെ ഇന്ത്യൻ ഇന്ത്യൻ റോഡ് ഗതാഗത നിയമത്തിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതില്. ഇയാളുടെ പേരെന്തായിരുന്നു? സുഷ്മ. സുഷ്മയാണോ? ഹലോ മിസ്സേ, കുറച്ച് വായിച്ചു തന്നു. പനിയൊക്കെ ആയിട്ടേ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറക്കാൻ നോക്കി, ഉറങ്ങിയില്ല. ക്ലാസ് കഴിഞ്ഞൊക്കെ ഉറങ്ങുവാണെങ്കിൽ എടുക്കുക കേട്ടോ. എടുക്കാം. ഞാൻ ഒന്ന് അടുത്ത് കൊടുക്കട്ടെ. ഹസ്ബൻഡിന്റെ അടുത്തൊന്ന് കൊടുത്തോ. സഫീദ റെഡിയാണോ? സഫീദ ജാസ്മിൻ. ടോപ്പിക് മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് അല്ലേ?
കേൾക്കുന്നില്ല കേട്ടോ, കേൾക്കുന്നില്ല. ഒരു മിനിറ്റ് അവിടെ നിന്നേ. ആസിഡ് പ്രിസിപിറ്റൈസേഷൻ ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്ത്? ഇതിന് മുമ്പുള്ള ടോപ്പിക്സ് ഒക്കെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ ആരാ? ഓർഡർ അനുസരിച്ച് എടുത്ത് പോട്ടോ. ഗ്രീൻ ഹൗസ് എടുക്കാൻ റെഡിയാണോ? ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ ആര്യക്ക് കൊടുത്തതെന്ന് ടോപ്പിക്. ആര്യ വീണാണോ? അല്ലല്ലോ, വേറൊരു ആര്യ ഉണ്ടോ? ഞാൻ ആര്യാന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനും ആര്യ വേറെ മനസ്സിലാവില്ലേ? രണ്ടാര്യമുണ്ട് മിസ്സേ. എന്തായാലും ആര്യക്ക് ഞാൻ ടോപ്പിക് ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല. ആര്യ വിനുവിന് ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല. വേറെ ഏതെങ്കിലും ആയിരിക്കും. ഓക്കെ, ഗ്രീൻ ഹൗസ് എടുക്കുന്ന ആരാണെന്ന് പറഞ്ഞേ? ഗ്രീൻ ഹൗസ് ബിനിഷ. ബിൻഷ. ബിൻഷ എടുത്തോളൂ. ഓക്കെ മാം. എടുക്കണോ? എടുക്കട്ടെ. കുറച്ച് ടെൻഷൻ ചെറുതായിരുന്നു. കുഴപ്പമില്ല, എടുക്കാം. നമുക്കിത് തീർത്തിട്ട് വേണം പാർട്ട് 4 എടുക്കാൻ. സോറി, പാർട്ട് 3 2 ചാപ്റ്റർ എടുക്കാനുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഹരിതഗൃഹ പ്രഭാവവും ആഗോളതാപനവും. നമുക്കറിയാം, പരിചയമായിട്ടുള്ള 2 ടോപ്പിക്കാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിംഗും എന്നുള്ളത്. 7ാം ക്ലാസ് മുതലൊക്കെ കേട്ട് വരുന്ന നല്ല അറിയുന്ന 2 ടോപ്പിക്കുകളാണ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോൾ ഭൂമി ചൂടാകുകയും ഈ ചൂടിന്റെ ഒരു ഭാഗം ഭൂമി അന്തരീക്ഷത്തിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അന്തരീക്ഷത്തിലുള്ള ചില വാതകങ്ങൾ, അതായത് അവയെ നമുക്ക് ഹരിതഗൃഹ വാതകങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ വാതകങ്ങൾ പിടിച്ചു നിർത്തുകയും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യനിൽ നിന്നുള്ള ചൂടിനെ ഹരിതഗൃഹ വാതകങ്ങൾ പിടിച്ചു നിർത്തുന്ന പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അന്തരീക്ഷത്തിൽ ഒരുപാട് വാതകങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, പിന്നെ നൈട്രസ് ഓക്സൈഡ്, നൈട്രജൻ, അങ്ങനെ ഒരുപാട് വാതകങ്ങളുണ്ട്. അതിൽ ചില വാതകങ്ങൾ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് CO2, മീഥൈൻ CH4, പിന്നെ N2O നൈട്രസ് ഓക്സൈഡ് എന്നീ വാതകങ്ങൾ, ഇവയാണ് നമ്മൾ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ഹരിതഗൃഹ വാതകങ്ങളാണ് ഹരിതഗൃഹ പ്രഭാവത്തിന്, ഗ്രീൻ ഹൗസ് എഫക്റ്റിന് സഹായിക്കുന്ന വാതകങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഹരിതവാതകങ്ങളുടെ സഹായം മൂലമാണ് അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ പ്രഭാവം നടക്കുന്നത്. മനസ്സിലായോ? അതായത് ഹരിതഗൃഹ പ്രഭാവം എന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യനിൽ നിന്നുള്ള ചൂടിനെ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങൾ പിടിച്ചു നിർത്തുന്ന പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ പ്രഭാവം അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് നടന്നിട്ടില്ലെങ്കിൽ എന്തുണ്ടാവുക? നമുക്ക് ഭൂമി ഒരു വാസയോഗ്യമായ ഒരു സ്ഥലമേ ആയിരിക്കില്ല. ഏകദേശം ഒരു -18 വരെ തണുത്തുരുണ്ട് ഒരു ഐസ് കട്ട പോലെ ആയിരിക്കും നമ്മളുടെ ഭൂമി. അതുപോലെ തന്നെ നമുക്ക് മനുഷ്യന് ഒരിക്കലും ഭൂമിയിൽ വാസയോഗ്യമായി തീരെയല്ല. ഓരോ ജീവജാലങ്ങൾക്കും അവയുടെ ഭൂമി വാസയോഗ്യമാകുന്നതിന് ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ അനുസരിച്ചുള്ള ടെമ്പറേച്ചർ വേണം. എന്നാൽ മാത്രമേ ഭൂമി വാസയോഗ്യമായിട്ടുള്ളൊരു സ്ഥലമാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടും അനിവാര്യമായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അതുകൊണ്ടാണ് ഭൂമി മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയൊരു ഗുണമായിട്ട്, ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് നമുക്ക് പറയാം.
ഇതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഗ്ലാസ് ഹൗസിന്റെ ഉള്ളില് ചെടികൾ നട്ടു വളർത്തുന്നത് നമുക്ക് കണ്ടിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ. അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിൽ നട്ടു വളർത്തുന്നത് കൊണ്ട് തന്നെ അവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ, ആ ചെടികൾക്ക് അനുയോജ്യമായ രീതിയിൽ ഈ നല്ല ചൂടിനെ ക്രമീകരിച്ചിട്ട് അവയ്ക്ക് വളരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിൽ ഈ ചെടികൾ നട്ടു വളർത്തുന്നത്. അത് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ഇനി എല്ലാ ഒരു കാര്യത്തിനും ഗുണവും ദോഷവും ഉണ്ടെന്ന് പറയാലോ. അതേപോലെ തന്നെ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഏറ്റവും വലിയൊരു ദോഷം നമുക്ക് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണെന്ന് തന്നെ പറയാം. ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഒരുപാട് ഹരിതഗൃഹവാതങ്ങളെ പറഞ്ഞു. ഈ വാദങ്ങളൊക്കെ അമിതമായിട്ട് കൂടി എന്തുണ്ടാവുക, അന്തരീക്ഷത്തിലെ താപനിലയും ചൂട് പിടിച്ചു നിർത്താണല്ലോ ചെയ്യുന്നത്. ആ ചൂട് പിടിച്ചു നിർത്തുന്നത് കൊണ്ട് ഇതിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ചൂടും കൂടുന്നു. അതായത് മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം നമ്മൾ നേരത്തെ ഒരുപാട് മലിനീകരണങ്ങളെ കുറിച്ച് പഠിച്ചു. ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ ഒരുപാട് പൊല്യൂഷൻസ് പഠിച്ചു. ആ പൊല്യൂഷൻസ് ഒക്കെ എന്ത് മൂലം ഉണ്ടാകുന്നത്? മനുഷ്യന്റെ അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടലുകൾ മൂലം നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മനുഷ്യന്റെ അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടലുകൾ മൂലമുള്ള മലിനീകരണങ്ങൾ, വ്യവസായവൽക്കരണം, വനനശീകരണം, ജനസംഖ്യാ വർധനവ്, വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം, ഇവ മൂലം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതങ്ങളുടെ അളവ് ക്രമാതീതമായി കൂടുകയും അന്തരീക്ഷത്തിലെ ചൂടും ക്രമാതീതമായി ഉയരാനും കാരണമാകുന്നു. ഇതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതങ്ങളുടെ അളവ് കൂടുമ്പോൾ അന്തരീക്ഷത്തിലെ താപനിലയും ക്രമാതീതമായി ഉയരുന്നു. ഇതിനെ ആഗോളതാപനം എന്ന് പറയുന്നു. ഇന്നിപ്പോ മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണെന്ന് പറയാം. നമ്മളിപ്പോ പറയല്ലോ അധികമായ അമൃതം വിഷന്ന്. അപ്പൊ ഈ ഹരിതഗൃഹവാതങ്ങൾ ചൂട് പിടിച്ചു നിർത്തുന്നതിന്റെ അളവ് താരതമ്യേന കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ക്രമാതീതമായിട്ട് ഈ ചൂട് ഉയരും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുവഴി നമ്മൾ ആഗോളതാപനത്തിലേക്ക് കാരണമാകുന്നു. ആഗോളതാപനത്തിന് ഒരുപാട് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുക, സമുദ്രനിരപ്പ് ഉയരുന്നു, പിന്നെ നമുക്ക് ഭക്ഷ്യ ദൗർബല്യമൊക്കെ ഉണ്ടാവും, ഒരുപാട് വരൾച്ച, പിന്നെ വെള്ളപ്പൊക്കം. ഇതൊക്കെ ആഗോളതാപനത്തിന്റെ ഏറ്റവും വലിയൊരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തന്നെ പറയാം. നമ്മൾ എന്താണോ ഭൂമിക്ക് കൊടുക്കുന്നത് അതാണ് ഭൂമി നമുക്ക്, ഭൂമിയല്ല മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നമ്മൾ പറയില്ല സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടുന്നു. അതേപോലെ തന്നെ നമ്മൾ ഭൂമിക്ക് എന്താണോ കൊടുക്കുന്നത് അത് ഭൂമി അതേപോലെ നമുക്ക് തന്നെ തിരിച്ചു തരുന്നു. ഇതേപോലുള്ള ഓരോ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ആയിട്ട് നമുക്കിപ്പോ അറിയാവുന്ന കാര്യങ്ങളാണ് വെള്ളപ്പൊക്കം. 2015 വെള്ളപ്പൊക്കം നമ്മൾ ആരും മറക്കാത്തതാണ്. അതൊക്കെ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള മഴ, എന്താ മാം പറഞ്ഞില്ല, കറക്റ്റ് ആയിട്ടുള്ള മഴ ഓരോ സമയത്തും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം നേരം തെറ്റിയിട്ടുള്ള മഴ, വെയില്, പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഒന്നും കറക്റ്റ് ആയിട്ടല്ല. അപ്പൊ ഇതൊക്കെ സംഭവിക്കാൻ എന്താ കാരണം? ഈ ആഗോളതാപനമാണ്. കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഹരിതഗൃഹവാതങ്ങളുടെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കത് സംഭവിക്കുന്നത്. നമുക്കിപ്പോ എല്ലാ വീട്ടിലും ഉണ്ടാവും ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC. കൂടുതലായിട്ട് ഈ AC-ന്നും ഫ്രിഡ്ജിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് CFC പോലെയുള്ള വാതകങ്ങൾ ഉയർന്നു വരുന്നത്. അതൊക്കെ ഈ ഹരിതഗൃഹവാതങ്ങളുടെ അളവ് കൂട്ടുന്നതിന് കാരണമാകുന്നതാണ്. അതായത് ആഗോളതാപനത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് ഇവയൊക്കെ. നമുക്ക് ഇതിന്റെ ആഗോളതാപനത്തിന്റെ ഇത് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാന്ന് നമുക്ക് ഹരിതഗൃഹവാതങ്ങൾ കുറയ്ക്കാം. അതായത് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. നമുക്കറിയപ്പോ ഈ ഹരിതഗൃഹവാതങ്ങളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടുതലായിട്ട് ആവശ്യം വരുന്നതായിരിക്കാം ചെടികൾക്ക്, മരങ്ങൾക്ക്, അങ്ങനെയൊക്കെയാണ്. നമ്മൾ കൂടുതലായിട്ടും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പിന്നെ പുനരുപയോഗ ഊർജം ഉപയോഗിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ പാഴ്വസ്തുക്കളൊക്കെ നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുമ്പോഴൊക്കെ എന്താ ഉണ്ടാവുന്നത്? ഓരോ തരത്തിലുള്ള മലിനീകരണങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഭൂമിക്ക് ഒരുപാട് ദോഷമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്.
നമ്മള് ഭൂമിയുടെ അധിപരല്ല, മറിച്ച് പരിപാലകരാണെന്നുള്ള ഓരോ ബോധം ഓരോ കുട്ടികൾക്കും നമുക്കും നമ്മളുടെ വഴി നമ്മളെ കുട്ടികൾക്ക് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു ആഗോളതാപനം എന്നുള്ളത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അധികമായി ഉയർന്നു വരുന്നത് തന്നെ മരങ്ങൾ വെട്ടുന്നതിലൂടെയും പിന്നെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെ ഒക്കെയാണ് ഉയർന്നു വരുന്നത്. പിന്നെ മീഥേൻ കന്നുകാലി വളർത്തുമ്പോഴും നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കെമിക്കൽ മൂലമൊക്കെ ഉണ്ടാവും. പിന്നെ നൈട്രസ് ഓക്സൈഡ് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്നത്. ഇതൊക്കെയാണ് ഈ മലിനീകരണത്തിനും ആഗോളതാപനത്തിലേക്കൊക്കെ നയിക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഹരിതഗൃഹവാതങ്ങളുടെ അളവ് ക്രമാതീതമാക്കുക. അധികമായ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇതൊക്കെ മിതമായ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പിന്നെ പുനരുപയോഗ ഊർജ്ജങ്ങൾ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് ചവറുകൾ പോലുള്ള സാധനങ്ങൾ അലക്ഷ്യമായി നമ്മളുടെ പ്രകൃതിക്ക് ദോഷമായ രീതിയിൽ വലിച്ചെറിയാതെ നമ്മൾ അതൊക്കെ ഡസ്റ്റ്ബിൻ കാണാൻ ഡസ്റ്റ്ബിനിലൊക്കെ ഇട്ടിട്ട് അതേപോലെ നമ്മൾ ഓരോന്ന് ചെയ്യാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ഇല്ലാതാക്കാനും ഗ്രീൻ ഹൗസ് എഫക്റ്റ് മിതമായ രീതിയിൽ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ നടത്താനും സഹായിക്കും. ഇനി നമുക്ക് ഇതിലൊരു പഠിക്കാൻ ഇല്ല, എന്നാലും ഇതിന്റെ ഒപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു പ്രോട്ടോകോൾ ജപ്പാനിൽ 1997 ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹരിതഗൃഹവാതങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയൊരു ഉടമ്പടിയാണ്. താങ്ക് യു മാം. കാണിക്കണ്ടേ? ചാർട്ട് കാണിക്കണ്ടേ? കാണിക്കട്ടെ? കാണണ്ടോ? Greenhouse effect. Greenhouse effect is the process by which radiations from the sun are absorbed by the greenhouse gases and not reflected back into space. നേരത്തെ പറഞ്ഞു, സൂര്യനിൽ നിന്നുള്ള ചൂട് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ പിടിച്ചു നിർത്തുന്ന പ്രതിഭാസത്തെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ക്യാരക്ടറിസ്റ്റിക്. ടെമ്പറേച്ചർ റെഗുലേഷൻ, അറ്റ്മോസ്ഫിയറിക് ബ്ലാങ്കറ്റ്, ഫീഡ്ബാക്ക് ലൂപ്പ്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഈ ഹരിതഗൃഹവാതകങ്ങൾ ഒരു പുതപ്പ് പോലെയാണ് നിൽക്കുന്നത്. ഒരു പിക്ചർ ഉണ്ട്. നമ്മളുടെ അറ്റ്മോസ്ഫിയർ ഈ സണ്ണിൽ നിന്ന് വരുന്ന ഓരോ റേഡിയേഷൻസും റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC, നൈട്രസ് ഓക്സൈഡ്. ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, പിന്നെ വാട്ടർ വേപ്പറും ഉണ്ട്. പിന്നെ എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗ് ഈസ് ദ റൈസ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതങ്ങളുടെ അളവ് കൂടുന്നത് മൂലം അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നു. ഇതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. കോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്: ഡീഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഓവർ പോപ്പുലേഷൻ, എക്സസീവ് യൂസ് ഓഫ് വെഹിക്കിൾ. പിന്നെ എഫക്റ്റ്: റൈസിംഗ് ടെമ്പറേച്ചർ, താപനില ഉയരുന്നു. മെൽറ്റിംഗ് ഐസ് ക്യാപ്പ്. എന്താ മാം? കണക്ഷൻ പോയതുകൊണ്ടേ. ഓക്കെ മാം. കേൾക്കാല്ലേ മാം? കേൾക്കാം, കണ്ടിന്യൂ. റൈസിംഗ് ടെമ്പറേച്ചർ, താപനില ഉയരുന്നു. മെൽറ്റിംഗ് ഐസ് ക്യാപ്പ്, ധ്രുവപ്രദേശങ്ങളിലൊക്കെ വെതർ, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇതിന് സൊല്യൂഷൻ: സപ്പോർട്ട് റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുക. പിന്നെ പ്ലാന്റ് ട്രീസ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇതൊക്കെയാണ് ഗ്ലോബൽ വാർമിംഗിന്റെയും ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെയും ഇത്. അപ്പൊ നമുക്ക് എന്താ ഇന്ന് പറയാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഒരിക്കലും ഭൂമിയുടെ അധിപരാണെന്ന് വിചാരിക്കാണ്ട് ഭൂമിയുടെ പരിപാലകരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുവഴി നമ്മളെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുക. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഭൂമിയെ അതേപോലെ കൈമാറി കൊടുക്കാനുള്ളതാണ്. ഒരിക്കലും നമ്മൾ അവയെ ദുരുപയോഗം ചെയ്യാതെ നാശാക്കാതെ നമ്മൾ അവയ്ക്ക് കൊടുക്കുക, അവർക്ക് കൈമാറി കൊടുക്കുക. അത്രയുള്ളൂ മാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സിമ്പിൾ ക്ലാസ് അല്ലേ? സിമ്പിൾ, സോ സിമ്പിൾ എന്ന് പറയാറുള്ളത്. ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടാവും ഇപ്പൊ ഇങ്ങനൊക്കെ ഓരോന്ന് ചെയ്തിട്ട്. അതിന്റെ ഒരു ടെൻഷനായിരുന്നു മാം. അതിന്റെ ടെൻഷനൊക്കെ നല്ലോണം വോയിസിലുണ്ടായിരുന്നു. അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നല്ല നല്ല എക്സ്പ്ലനേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്. താങ്ക് യു മാം. ഇത് വിൻഷയുടെ സ്റ്റൈലാണ് വിൻഷ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രസന്റേജും കുറച്ചും കൂടി ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കോൺഫിഡൻസിൽ എടുത്തേക്ക് ഇതിൽ അടിപൊളിയായിട്ട് എടുത്തായിരുന്നു കേട്ടോ. അടുത്ത ക്ലാസ്സൊക്കെ നമുക്ക് ശരിയാവുണ്ടാന്ന് തോന്നുന്നു. ചെറിയൊരു കോൺഫിഡൻസ് വന്നു. പേടി നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് ക്ലാസ്സിലൊക്കെ ഇപ്പോഴും കുട്ടികളുടെ മുന്നേ അങ്ങനെ പേടിച്ചിരിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനത്തെ പേടി നിങ്ങൾക്ക് അത് നോർമലി നമ്മള് ഓൾറെഡി ക്ലാസ്സിൽ ചെന്ന് നിന്ന് കഴിയുമ്പോൾ അത് മാറിപ്പോകും. തനിയെ മാറുന്ന കാര്യമാണത്, നാച്ചുറൽ ആയിട്ട് വരും. ഓക്കെ, അതൊന്നും പഠിക്കണ്ട കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സഫീദ റെഡിയാണോ? റെഡിയാണ്. എടുത്തോ. മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെഡ്സ് ആയിട്ടുള്ള ആസിഡ് പ്രിസിപ്പിറ്റേഷൻ ഓർ ആസിഡ് റെയിൻ, അമ്ലമഴ എന്നാൽ എന്താണ് എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാനിന്ന് സെമിനാർ എടുക്കാൻ പോകുന്നത്. എന്താണ് അമ്ലമഴ? അന്തരീക്ഷത്തിലെ സൾഫർ ഡൈ ഓക്സൈഡ് പോലുള്ള മലിനീകരണങ്ങൾ മഴവെള്ളവുമായി ചേർന്ന് ആസിഡുകളായി മാറുന്ന പ്രതിഭാസമാണിത്. ഇത് കെട്ടിടങ്ങൾക്കും വനങ്ങൾക്കും ജലാശയങ്ങൾക്കും ദോഷകരമാണ്. അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ് നമുക്ക് ശ്വാസകോശ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കാരണമാണ്. ഇനി ഇതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ആധുനിക കാലത്തിൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഒന്നാണ് ആസിഡ് പ്രിസിപ്പിറ്റേഷൻ, അമ്ലമഴ. വ്യവസായശാലകൾ, വാഹനങ്ങൾ എന്നിവയിൽ നിന്ന് പുറത്തുവരുന്ന മലിനവാതകങ്ങൾ അന്തരീക്ഷത്തിലെ നീരാവിയുമായി ചേർന്ന് ആസിഡുകളായി മാറുന്നുണ്ട്. ഇത് മഴയോ അല്ലെങ്കിൽ മഞ്ഞുകട്ടയോ ആയിട്ട് ഭൂമിയിൽ പതിക്കുന്നു. ഈ പ്രക്രിയ പരിസ്ഥിതിക്ക് വലിയ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇനി ആസിഡ് പ്രിസിപ്പിറ്റേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത്. നാച്ചുറൽ ആയിട്ട് ഒരിക്കലും ഇത് ഭൂമിയിൽ ഉണ്ടാവുന്നില്ല. നമ്മൾ മനുഷ്യന്റെ അമിതമായിട്ടുള്ള ഭൂമിയിലുള്ള അമിതമായിട്ടുള്ള കൈകടത്തലുകൾ മൂലമാണ് ഇതുണ്ടാകുന്നത്. ചില വാതകങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്നുണ്ട്. വൈദ്യുതി നിലയങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ചില വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഒക്കെ പുറത്തു വരുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നിവയൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ നീരാവിയായും മറ്റ് രാസവസ്തുക്കളുമായും പ്രതിപ്രവർത്തിച്ചാണ് സൾഫ്യൂരിക് ആസിഡും അതുപോലെ തന്നെ നൈട്രിക് ആസിഡും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ആസിഡ് മഴയ്ക്ക് കാരണമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. അതുപോലെ ആസിഡ് പ്രിസിപ്പിറ്റേഷൻ ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ദോഷകരമായിട്ട് ഉള്ളത് എന്ന് നോക്കാം. തീർച്ചയായും ഇത് ഭൂമിക്ക് വളരെ ദോഷകരമാണ്. ഇത് ജലാശയങ്ങളിലെ ജലത്തിന്റെ pH മൂല്യം കുറയ്ക്കുകയും അതുവഴി മത്സ്യങ്ങൾക്കും മറ്റു ജലജീവികൾക്കും നാശം വരുത്തുകയും ചെയ്യുന്നുണ്ട്. സസ്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ദോഷം വരുന്നത് നോക്കാം. സസ്യങ്ങളിൽ നേരിട്ട് ഇത് ഇലകളിലൊക്കെ ഇത് പതിക്കുമ്പോൾ ഇലകളിൽ പ്രകാശ സംശ്ലേഷണങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ മണ്ണിന്റെ pH മൂല്യം മാറ്റി സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ നമ്മളെ സസ്യങ്ങൾ മുരടിച്ചു പോകാനായിട്ടും ഇത് കാരണമാകുന്നുണ്ട്. ഇത് മനുഷ്യന്റെ അമിതമായ കൈകടത്തലുകൾ മൂലമായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാട്, നമ്മുടെ വനങ്ങള്, മണ്ണ്, മത്സ്യം, സസ്യങ്ങൾ ഇതുവരെ സാരമായി ബാധിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യനിർമ്മിതിയായിട്ടുള്ള കെട്ടിടങ്ങള്, പാലങ്ങള് എന്നിവയുടെ നാശത്തിനും ഇത് കാരണമാണ്. ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ പറഞ്ഞ് നമുക്ക് ഇത് നിർത്താം. അതായത് ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതൊക്കെയാണ് ഇനി ഫോസിൽ ഇന്ധനങ്ങൾ? ഫോസിൽ ഇന്ധനങ്ങൾ എന്നാൽ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഫോസിൽ ഇന്ധനങ്ങൾ എന്താണെന്ന് പറയാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതിയിൽ തനതായി രൂപപ്പെട്ട ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. പണ്ട് മണ്ണിലും
ജലത്തിലും പുതഞ്ഞു പോയ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇവ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ആയിട്ട് കൽക്കരി, ക്രൂഡ് ഓയില്, പ്രകൃതിവാതകം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഏത് ഇന്ധനങ്ങളാണ് ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്നത് നോക്കാം. നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇന്ധനമായിട്ടുള്ള സൗരോർജ്ജം, അതായത് നമ്മുടെ ചില വീടുകളിലൊക്കെ ഉണ്ട് സോളാർ പാനലുകളൊക്കെ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകൾ നമ്മൾ കാണാറുണ്ട്. അത് നമുക്ക് യൂസ് ആക്കാം. അതുപോലെ കാറ്റിൽ നിന്ന് നമുക്ക് ഊർജം കിട്ടുന്നുണ്ട്. നമ്മള് കേരളത്തിൽ തന്നെ അതുണ്ട്. നമ്മള് ദൂരം വഴിയൊക്കെ പോകുമ്പോൾ കാണാം വലിയ കാറ്റാടി യന്ത്രങ്ങള്, ട്രെഡ്മിൽസ് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് സസ്യങ്ങളിൽ നിന്ന് ഊർജ സ്രോതസ്സുകൾ ഉണ്ടാക്കാം. ബയോമാസ്, അതുപോലെ ബയോഗ്യാസ് എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് ഊർജം ലഭിക്കുന്നുണ്ട്. അതുപോലെ വ്യവസായശാലകൾ മലിനീകരണം നിയന്ത്രിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക, ഇത് നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയാണ്. അതുപോലെ തന്നെ നമുക്ക് പുനരുപയോഗിക്കാൻ പറ്റുന്ന ഒരു ഊർജമാണ് ഭൗമതാപോർജം. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് താപം ഉപയോഗിച്ചിട്ടുള്ള ഊർജമാണത്. കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിട്ട്, അതുപോലെ സൂര്യന്റെ ശക്തി ഉപയോഗിച്ചിട്ട്, സസ്യങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ട്, ജലത്തിൽ നിന്ന് നമുക്ക് അണക്കെട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ഒക്കെ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഊർജം ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ വേണ്ടത്, നമ്മൾ ഓരോരുത്തരെ കൊണ്ടും ഇത് കഴിയില്ല. അതായത് അന്താരാഷ്ട്ര കരാറുകളും ഈ വിഷയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വ്യവസായശാലകളിൽ നിന്നും എല്ലാമല്ല ഇത് ഭൂമിക്ക് പുറന്തള്ളുന്നത് വാതകങ്ങള്. അതുകൊണ്ട് തന്നെ ഇത് അന്താരാഷ്ട്ര കരാറുകളും ഈ വിഷയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കഴിഞ്ഞോ? ക്യാമറ ഓൺ ചെയ്യാൻ എന്താ? അത് ക്യാമറ ഫോൺ നിലത്തേക്ക് വീണിട്ട്, കുട്ടിയുടെ കയ്യിൽ നിന്ന് വീണിട്ട് ഫ്രണ്ട് ക്യാമറ കേട് വന്നിക്കണം. അതാണ് ഓണാക്കാതെ. ഇനി ഞാൻ ഓണാക്കാം. നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞു. ക്യാമറ ഓൺ ചെയ്തെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ക്ലാസ് ലൈവായിട്ട് തോന്നിയാനേ കേട്ടോ. ഓക്കെ, പോയിന്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തത് ആരാണ്? പൊല്യൂഷൻ ഓഫ് എയർ, ലാൻഡ് ആൻഡ് സൗണ്ട് ഞാൻ നിഷ സമ്മത് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്. അത് ടോപ്പിക് ഏതാണ്? ടോപ്പിക് പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സൗണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. One of the major global environmental threat ആയിട്ടുള്ള പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ ആൻഡ് സൗണ്ടിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇതിനെക്കുറിച്ച് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നതായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലിനീകരണം. അത് അന്തരീക്ഷ മലിനീകരണം മാത്രമല്ല, ലാൻഡ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇതെല്ലാം നമ്മളുടെ മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും വളരെ പ്രത്യാഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ അന്തരീക്ഷ മലിനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങള്, അതിന്റെ ഉപയോഗം, അതിൽ നിന്നും പുറപ്പെടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങള് ശ്വസിക്കുന്നത് വഴി ഒരുപാട് ശ്വാസകോശ രോഗങ്ങളൊക്കെ മനുഷ്യർക്ക് വരാവുന്നതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അത് ഒരു പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്ന വാതകങ്ങള് എല്ലാം ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ വാട്ടർ പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫാക്ടറികളിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വാട്ടർ റിസോഴ്സിലേക്ക് പുറന്തള്ളപ്പെടുന്ന കെമിക്കൽസ്, അതുപോലെ വിഷാംശങ്ങൾ അടങ്ങിയിരിക്കുന്ന മറ്റു മാലിന്യങ്ങള്, പ്ലാസ്റ്റിക് കുപ്പികള്, മറ്റു മാലിന്യങ്ങൾ വലിച്ചെറിയത് വാട്ടർ റിസോഴ്സിനെ മാത്രമല്ല, ജലസമ്പത്തിനെ മാത്രമല്ല ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും. നമ്മുടെ മത്സ്യസമ്പത്തിനെ വരെ, നമ്മുടെ മനുഷ്യർക്ക് മറ്റു പല രോഗങ്ങളെല്ലാം വരുത്താവുന്ന രീതിയിൽ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലസമ്പത്ത്. അതുപോലെ
നമ്മുടെ ലാൻഡ് പൊല്യൂഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ മുഖ്യ ജീവിതോപാധിയായിട്ടുള്ള കൃഷിക്ക് വേണ്ടി നമ്മൾ മണ്ണിലേക്ക് കലർത്തുന്ന പല കീടനാശിനികളും രാസവളങ്ങളും എല്ലാം തന്നെ നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കീടനാശിനികൾ, അതായത് നല്ല ക്രോപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കൃഷി വിളകളിലേക്ക് നമ്മൾ അടിക്കുന്ന കീടനാശിനികൾ, RTT പോലുള്ള കീടനാശിനികൾ നമ്മൾ മണ്ണിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, നമ്മളുടെ ലാൻഡ് പൊല്യൂഷനിൽ വരുന്നത് നമ്മളുടെ കുന്നുകള്, മലകള്, പാറകൾ അതൊക്കെ ഇടിച്ച് നിരപ്പാക്കി കെട്ടിടങ്ങൾ പണിയുക, അതുപോലെ വയലുകൾ നിരത്തി റോഡുകള് എന്നിവയൊക്കെ കെട്ടിടങ്ങളൊക്കെ പണിയുന്നതും എല്ലാം തന്നെ ലാൻഡ് പൊല്യൂഷൻ ഉദാഹരണങ്ങളാണ്. നമ്മുടെ പാറകളൊക്കെ പൊട്ടിച്ച് എന്താ പറയാ, പാറമടകൾ, ഇതൊക്കെ ഇപ്പൊ ഈയിടെ ഉണ്ടായിട്ടുള്ള പ്രളയം, 2018 പ്രളയം, അതുപോലെ ഉരുൾപൊട്ടല്, വയനാട് മേപ്പാടി ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ നമ്മളുടെ മനുഷ്യരുടെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ മാത്രമാണ് ഇതുകൊണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ പ്രതിരോധിച്ച് സംസാരിച്ച ഒരു ആള് മാധവ് ഗാഡ്ഗിൽ എന്നുള്ള ഒരു പ്രകൃതി സ്നേഹിയുടെ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഭൂമിയിലും ജീവജാലങ്ങളിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുകയും ഗവൺമെന്റിന് കൊടുക്കുകയൊക്കെ ചെയ്താണ്. പക്ഷെ അതൊന്നും നടപ്പായില്ല. അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ലാൻഡിനെ നശിപ്പിക്കുന്നത് വഴി ഒരുപാട് പ്രത്യാഘാതങ്ങൾ വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സൗണ്ട് പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം തന്നെയാണ് അതിൽ ഉപയോഗിക്കുന്ന ഫോണുകള്, ഉച്ചഭാഷണികൾ, അതുപോലെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്ന പ്രോഗ്രാമുകളിലൊക്കെ നടത്തുന്ന ഉച്ചഭാഷണികളൊക്കെ സൗണ്ട് പൊല്യൂഷന് ഉദാഹരണങ്ങളാണ്. ഈ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിന്, അതായത് മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും കൂടെ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിനൊക്കെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ മനുഷ്യരും, ഓരോ വ്യക്തിയും അതിന്റെ ഉപയോഗങ്ങൾ കുറച്ച് അതിന് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഓരോ കാര്യങ്ങൾ നടപ്പാക്കുകയാണ് വേണ്ടത്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ലാൻഡ് പൊല്യൂഷനെതിരെ ഡീഫോറസ്റ്റേഷൻ തടയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ വ്യക്തിയും നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത്. മാലിന്യങ്ങളെ നമ്മളെ വീടുകളിൽ തന്നെ ജൈവ സംസ്കരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത് മണ്ണിനെയൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. പ്ലാസ്റ്റിക് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് അതുപോലെ ഉള്ള തരം തിരിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നതാണ്. സൗണ്ടിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സൗണ്ട്, അതാണ് എടുത്തത് ഇപ്പോ. അതെ, പൊല്യൂഷൻ ഓഫ് എയർ. വെരി ഗുഡ്. സൗണ്ട് തൊണ്ടവേദന ആയിട്ടാണോ? സൗണ്ട് മൊത്തം അടഞ്ഞേക്കാണ്. 2 ദിവസമായി തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തന്നെ. നിഷ നന്നായിട്ട് എടുത്തത് കേട്ടോ. നല്ല സീരിയസ് ആയ ഒരു ടീച്ചറായിരുന്നു. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സൗണ്ട് നമുക്ക് കുറച്ച് പറയാൻ പറ്റാവുന്നോ പറ്റുമോന്നുള്ളൊരു ഡൗട്ട്. ഒരു കുഴപ്പമില്ല. താങ്ക് യു. ആരാണ്? ആരെങ്കിലും ഉണ്ടോ ഇനി? ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയേഴ്സ് ആയിരിക്കാണ് ആര്യ അല്ലെ? പിന്നെ ഡീഫോറസ്ട്രേഷൻ, സോയിൽ ഇറോഷൻ, അതൊക്കെ ആയിരിക്കായിരുന്നു. ഡീസർട്ടിഫിക്കേഷൻ ആൻഡ് പ്ലോട്ട്. അല്ല, toxic waste disposal, resource deflation, groundwater management. മാം, ടോക്സിക് വേസ്റ്റ് ഡിസ്പോസിബിൾ എന്നോടാണ് പറഞ്ഞിരുന്നത്. ഞാൻ എടുക്കട്ടെ മാം? റെഡിയാണെങ്കിൽ എടുത്തോ. കേൾക്കുന്നുണ്ടോ അമ്മ ഞാൻ പറയുന്നത്? ഹായ് മാം. ഹായ് ഫ്രണ്ട്സ്. എനിക്കിവിടെ തന്നിരിക്കുന്ന സെമിനാർ ടോക്സിക് വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ആദ്യം ഈ ടോക്സിക് വേസ്റ്റ് എന്താണെന്നുള്ളത് അറിയാം. നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്,
ഫാക്ടറികളിൽ നിന്നും മറ്റുമൊക്കെ വിഷമാലിന്യങ്ങൾ വെള്ളത്തിലേക്കും പിന്നെ അവിടെ നിന്നുള്ള പുക പോലുള്ള സംഭവങ്ങളൊക്കെ എയറിലേക്കും ഒക്കെ പോകുന്നതായിട്ടും പിന്നെ ഈ ആശുപത്രി മാലിന്യങ്ങൾ പിന്നെ ഈ മാലിന്യങ്ങളൊക്കെ നമ്മൾ ഡിസ്പോസ് അതായത് കറക്റ്റ് ആയ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യാതെ റോഡുകളിലും വെള്ളത്തിലും പിന്നെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന പറമ്പുകളിലേക്കൊക്കെ എറിയണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുവഴി നമ്മുടെ വെള്ളം അതായത് ജലത്തിലേക്ക് ഈ വേസ്റ്റുകൾ നമ്മൾ കൊണ്ടുപോയിടുന്നതും അല്ലെങ്കിൽ വേസ്റ്റ് വ്യവസായ മേഖലകളിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്നത് കൊണ്ടും ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിച്ചു വരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്, ടിവിയിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പെരിയാറിലൊക്കെ കുറെ മീനുകളും സസ്യജീവികളും ഒക്കെ ചത്തുപോകുന്നത്. അത് കൂടുതലും ഈ വ്യവസായ മേഖലകളിൽ നിന്നും വിടുന്ന ഈ രാസമാലിന്യങ്ങൾ പ്രകാരമാണ് അത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായ രീതിയിൽ രാസമാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ വീടുകളിലെ കിണറുകളിലെ വെള്ളം വരെ നശിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ വരുന്നത് കൊണ്ട് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് പോലുള്ള അല്ലെങ്കിൽ ഈ മാലിന്യം പോലുള്ള വേസ്റ്റുകൾ കൂട്ടമായിട്ട് കത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്നുണ്ടാവുന്ന കാർബൺ മറ്റുമൊക്കെ നമ്മുടെ എയറിൽ സ്പ്രെഡായി നമുക്ക് പല രീതിയിലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും പിന്നെ ചിലർക്ക് ആ പുക പോലുള്ളതൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അലർജി പോലുള്ള അസുഖങ്ങളും ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. അത് ഒരു പരിധി വരെ ഉണ്ടാവുന്നത് ഈ ഒരു മാലിന്യത്തിന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മള് പൊതുജനങ്ങളാണ് കൂടുതലും ഇതിനെ അലേർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ആശുപത്രി മാലിന്യങ്ങളായിരുന്നാലും പ്രോപ്പറായ രീതിയിൽ അത് നമ്മൾ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ നമുക്കത് വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. കാര്യം പലതരം കെമിക്കലുകൾ അടങ്ങിയതാണ് ആശുപത്രി മാലിന്യങ്ങൾ. അതേപോലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പല രീതിയിലുള്ള ഡിസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇൻസുലേഷൻ എന്ന് പറയും. അതായത് മെഡിക്കൽ വേസ്റ്റ് ആണ് അത് ഏറ്റവും കൂടുതൽ നമ്മൾ അത് ഡിസ്പോസ് ചെയ്യാൻ യൂസ് ചെയ്യണം. അതായത് വലിയൊരു ടണൽ പോലുള്ള സാധനത്തിനകത്ത് ഈ വേസ്റ്റുകൾ അതായത് ഈ രാസമാലിന്യങ്ങൾ അടങ്ങിയിട്ടുള്ള മെഡിക്കൽ വേസ്റ്റുകൾ ഈ വ്യവസായ വേസ്റ്റുകളൊക്കെ ഒരു 800 ഡിഗ്രി മുതൽ 1200 ഡിഗ്രി വരെയുള്ള ചൂടിൽ നമ്മളത് കത്തിച്ചു കളയുന്നത് വഴി അതിലത്തെ കീടാണുക്കൾ ചത്തുപോവുകയും അതുകൊണ്ട് വേറെ ആർക്കും പ്രത്യേകിച്ച് ഒരസുഖങ്ങളോ ഇല്ലെങ്കിൽ മറ്റുള്ളതോ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. പക്ഷെ അത് ചെയ്യുന്നത് കൊണ്ട് വേറൊരു ഉപദ്രവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന പുക ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി മാറാറുണ്ട്. പിന്നെ വേറൊരു രീതിയാണ് സെക്യൂർ ലാൻഡ് ഫിൽ. അതായത് ഒരു വലിയ ഭൂപ്രദേശത്ത് വലിയൊരു കുഴിയെടുത്ത് അതിനടിയിൽ ഒരു ലെയർ, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ലാൻഡ് ലെയർ തീർത്ത് അതിലേക്ക് നമ്മൾ വേസ്റ്റ് മുഴുവനിട്ട് അത് അടക്കം ചെയ്യുക. അതായത് നമ്മൾ എന്താ പറയാ, ഈ ഭൂമിയിലേക്ക് എല്ലാം ഇട്ടിട്ട് നമ്മൾ മണ്ണിട്ട് മൂടുക. അപ്പൊ പിന്നെ അതിനെക്കുറിച്ചിട്ട് അതിൽ നിന്നുള്ള ആ ഒരു വിഷമാലിന്യങ്ങളോ ഇല്ല മറ്റും അതിലേക്ക്, അതായത് വെള്ളം നശിച്ചു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു രീതിയാണ് റീസൈക്ലിംഗ് ആൻഡ് റീയൂസ്. റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് അത് ചീത്തയായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ചെടികൾ നടുവോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് പ്ലാസ്റ്റിക് ഉരുക്കി നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ കുപ്പി പോലുള്ള സാധനങ്ങൾ നശിച്ചു പോകുമ്പോഴത്തേക്കും നമ്മളത് അതിന് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കുമ്പോൾ അവരത് വേറെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്. പിന്നെ ഈ മാലിന്യങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി റീയൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള രീതിയാണ് നമ്മുടെ റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് കൊണ്ട് യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഉള്ളത് ന്യൂട്രലൈസേഷൻ. അതായത് അമ്ലത കൂടിയ സാധനങ്ങളിൽ ക്ഷാരം കൂടിയ സാധനങ്ങൾ അമ്ലത ചേർത്തും ആ രാസമാലിന്യത്തെ ഇല്ലാതാക്കുക എന്നൊരു പ്രോസസ്സാണ് ന്യൂട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉപകാരങ്ങളേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടുള്ള ചെറിയൊരു ദോഷം എന്തെന്ന് വെച്ചാൽ അത് നല്ല രീതിക്ക് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ കൈകാര്യം ചെയ്യുന്നവർക്കും അതിനോടനുബന്ധിച്ച് പരിസരത്തുള്ളവർക്കും വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അതുമില്ലാണ്ട് അതിന് ഇത്തിരി ചെലവും കൂടുതലാണ്. കൂടാതെ അത് എക്സ്പേർട്സിന് മാത്രമേ അത് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് അത് നമ്മുടെ നാടുകളിൽ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഇപ്പൊ യൂസ് ചെയ്ത് വരുന്നുള്ളൂ. പിന്നെ ഒന്നാണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ബാക്ടീരിയ, ഫംഗസ് പോലുള്ള ജീവികളെ കടത്തിവിട്ട് ആ മാലിന്യങ്ങളെ ഡിസ്പോസ് ചെയ്യുന്ന രീതിയാണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. ഇത് ഒരു പരിധിവരെ നമ്മുടെ നാടുകളിൽ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. ഇതുകൊണ്ടും നമുക്കൊരു ഒരു ദോഷഫലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി ചെലവ് കൂടിയ കാര്യങ്ങളാണ്. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇത് യൂസ് ആവണമെന്നില്ല. വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളിൽ മാത്രമേ ഇത് യൂസ് ആയി വരുന്നുള്ളൂ.
പിന്നെ നമ്മൾ ഇതിന് ഈ ആക്ട് പ്രകാരം നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യയില് ഇന്ത്യയിലെ നമ്മുടെ ലോകത്തിൽ തന്നെ പല ആക്ടുകൾ ഇപ്പൊ വരെ നമുക്ക് നമ്മുടെ എല്ലാ ഗവൺമെന്റുകളും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഹസാർഡ്സ് വേസ്റ്റ് മാനേജ്മെന്റ് ബോർഡ് റൂള്, ബയോമെഡിക്കൽ വേസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് റൂള്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നീ 4 ആക്ട് നമ്മുടെ നാടുകളിൽ ഇപ്പൊ നടത്തി വരുന്നുണ്ട്. പിന്നെ മലിനജലം ശുദ്ധീകരണം, പിന്നെ എണ്ണച്ചോർച്ച ശുദ്ധീകരണം, കാർഷിക മാലിന്യങ്ങൾ എന്നീ മേഖലയിൽ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് വഴി ഈ മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുള്ള വെള്ളം ഇല്ലെങ്കിൽ ഈ പുഴകളിലൊക്കെ എണ്ണ മാലിന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബയോളജിക്കൽ ചികിത്സയാണ്. അതായത് ബയോളജിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ സൂക്ഷ്മ ജീവികളെ അയച്ച് അത് ഇല്ലാതാക്കി ശുദ്ധീകരിക്കുക എന്ന രീതി. പിന്നെ നമ്മൾ ജനങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു വിഷമാലിന്യം നമ്മുടെ നാടുകളിൽ സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ വീടുകളിലായിരുന്നാലും പ്ലാസ്റ്റിക് പോലുള്ള വിഷമടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. അഥവാ നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആർക്കും ഒരു ഹാനികരമാവാത്ത രീതിയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇപ്പൊ പ്ലാസ്റ്റിക് കവറുകളോ പ്ലാസ്റ്റിക് ചാക്കുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കുക. അതൊക്കെ നമ്മൾ വേർതിരിച്ച്, ഇപ്പൊ ഈ മാലിന്യം പോലുള്ള വസ്തുക്കളായിരുന്നാൽ നമ്മളത് വേർതിരിച്ച് അതിന്റെ അനുബന്ധിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഏൽപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ എല്ലാ മാസവും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഹരിത കർമ്മസേനയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നത്. പക്ഷെ ഒരു പരിധി വരെ ആൾക്കാർ അവർക്കൊന്നും കൊടുക്കണില്ല എന്ന് തന്നെ പറയാം. കാര്യം അവര് പറയണം ഞങ്ങൾ എന്തിനാ കൊടുക്കണേന്നാ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഇത് കത്തിക്കാൻ പാടില്ല. പക്ഷെ അത് കത്തിക്കുന്നതുകൊണ്ടുള്ള ദോഷം എന്താന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ നമ്മൾ അത് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം ഞാൻ എന്റെ വീട്ടിൽ ഞാനത് വേർതിരിച്ച് എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ മാത്രമേ നമ്മുടെ ഈ എൻവയോൺമെന്റ്, അതായത് നമ്മുടെ ഈ ഭൂമിനെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ അടുത്ത തലമുറകൾക്ക് നമുക്ക് കൈമാറാൻ പറ്റുള്ളൂ. അതായത് ശുദ്ധമായ പരിസ്ഥിതിയാണ് ആരോഗ്യകരമായ ഭാവി. താങ്ക് യു മാം. ഉണ്ടായിരുന്നു സെമിനാർ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ്. എനിക്ക് പണ്ട് എന്നെ ബേസിക് സയൻസ് പഠിപ്പിച്ച ടീച്ചറിനെ പോലെ തോന്നി സംഗീതം കണ്ടപ്പോ. ടീച്ചർ ഇങ്ങനെ ഇരുന്ന് ഓരോ മൈന്യൂട്ട് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരും ക്ലാസ്. അതേപോലെ എടുത്ത് ഓരോ കാര്യങ്ങളും വേർതിരിച്ച് പറഞ്ഞു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഫാമിലിക്ക്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സെമിനാർ ചെയ്യണത്. ഇതിനുമ്പ് എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഇവിടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാനൊരു ഇങ്ങനെ ഒരു പ്രസന്റേഷൻ തന്നെ നടത്തുന്നത്. നല്ല ടെൻഷനുണ്ട്, നല്ല വിറയില് വരുന്നു എനിക്ക്. താങ്ക് യു മാം. താങ്ക് യു മാം. നമുക്ക് ഇത്രയും എടുത്താൽ മതി കേട്ടോ. എത്ര ടോപ്പിക് കഴിയുന്ന 1, 2, 3, 4 ടോപ്പിക് എടുത്തു. ബാക്കിയുള്ളവരെ അടുത്ത ക്ലാസ്സിൽ തന്നെ എടുത്ത് തീർക്കണം കേട്ടോ. എത്ര എണ്ണം ഉണ്ട്? ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ ഉണ്ട്, ഡിഫോറസ്റ്റേഷൻ. ഡിഫ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ ഇല്ലേ, എനിക്ക് അടുത്ത വീക്കില് പറ്റുവാണെങ്കിൽ ഞാൻ എടുത്തോട്ടെ, പറ്റുന്ന രീതിയിൽ. അത് ഓൾറെഡി വേറൊരു ഐഡിക്ക് കൊടുത്തിട്ടുണ്ട്. അയാൾ എടുക്കുമെന്നാവും. ആണോ? ഓക്കെ, എന്നാ ചോദിച്ചതേ ഉള്ളൂ. വേറെ ഏതോ ആര്യ എന്നാണ് ഇവിടെ എഴുതി ചെയ്യണം. വ്യക്തമാണല്ല പേര് എനിക്ക്. അത് ആളെടുത്തില്ലെങ്കിൽ ഞാൻ തരാം കേട്ടോ. ഓക്കെ. പിന്നെ ഷെംന എടുത്തിട്ടുണ്ടോ? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഷെംനയല്ലേ? ഷെംന ട്രെയിനിങ്ങിന് പോവാണ്. എടുത്തിട്ടുണ്ടോ? ഷെംന എടുത്തിട്ടില്ലേ ടോപ്പിക്? അറിയില്ല, അതാരും എടുത്തിട്ടില്ലല്ലോ. റംസീനെ എടുത്തിട്ടുണ്ട്, റസ്മിനെ ഉണ്ട്, സുർമി, രേഖ, വനജ, സോന, ജോഫി, ഇൻഷ, സഫീദ, നിഷ, സംഗീത. ഇത്രയും പേര് എടുത്തിട്ടുള്ളൂ. ഷെംന എടുത്തിട്ടില്ല. അപ്പൊ അത് വേറെ എടുക്കാൻ പറ്റും, കാരണം ഷെംന ട്രെയിനിങ്ങിന് പോവാണ്. ഓക്കെ, അപ്പൊ ഷംനയുടെ ടോപ്പിക് എടുക്കാൻ പറ്റുമോ? ആര്യക്ക് കൊടുക്കാനാണോ? ആരെങ്കിലും എടുക്കുക, അതല്ലെങ്കിൽ വെറുതെ ടോപ്പിക് ആരും എടുക്കാനുണ്ടാവില്ല. ഷെംന ഇപ്പൊ ട്രെയിനിങ്ങിന് പോവാണ്. അപ്പൊ എത്ര പേരെന്ന് എനിക്ക് അറിയില്ല. ഏതാണ് ടോപ്പിക്? ഏതാണ്? The Environmental Protection Act 1986.
ആക്ട് ഇടില്ല, 4 ആക്ട് ഇല്ലേ? അതിന് 3ാമത്തെ ആക്ട്. ഓക്കെ, അത് എടുത്തോളൂ. കാര്യം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നല്ല എളുപ്പമാണ്, നല്ല ടോപ്പിക്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളവര് ഡിഫ്ലക്ഷൻ ഓഫ് ഓഷ്യൻ ബെഡ് റിസോഴ്സസ് സിജി ആണ്. സിജി ട്രെയിനിങ്ങിന് പോവാണ്. എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേറുമ്പോ ഇനി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാരെടുക്കും? ഓഷ്യൻ ബെഡ് റിസോഴ്സസ് സുർമിക്ക് തരട്ടെ? എളുപ്പമോടോ ടോപ്പിക്? നെക്സ്റ്റ് ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കോ? എടുക്കാന് ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ലായിരുന്നു കഴിഞ്ഞ. നിസാന്നാ പേര്. ഹലോ മാം, ഒരു ടോപ്പിക്ക് അന്ന് ഞാൻ കയറിയിട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഫോൺ കംപ്ലൈന്റ്. ടോപ്പിക് തന്നിട്ടില്ല ഒന്നും. ഇല്ല. എന്നാ ഇത് എടുത്തോളൂ. ഡിഫ്ലേഷൻ ഓഫ് ഓഷ്യൻ ബെഡ് റിസോഴ്സസ് എടുത്തോളൂ. അടുത്ത ക്ലാസ്സിൽ പോരെ? അടുത്ത ക്ലാസ്സിൽ എടുക്കണം, എന്തായാലും എടുക്കണം. ഇനി ബാക്കിയുള്ള ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ തീർക്കാൻ നോക്കണേ. ഓക്കെ ഓക്കെ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ മാം ടോപ്പിക്കിന്റെ പേര്. ഡിഫ്ലേഷൻ ഓഫ് ഓഷ്യൻ ബെഡ് റിസോഴ്സസ് ടെക്സ്റ്റിലുണ്ട്. ലാസ്റ്റ് ഭാഗത്ത് കിടപ്പുണ്ട്. ഓ ഓ, ഞാനൊരു ചെറിയ ജോലിക്ക് വന്നാലും ടൈം കിട്ടത്തില്ല ഉച്ചയ്ക്ക് ചിലപ്പം കയറാനേ, അതുകൊണ്ട്. ഇത് അടുത്ത ടോപ്പിക് അത് ഞാൻ എടുത്തോളാം. അടുത്ത ക്ലാസ്സിൽ പോരെ? എടുക്കാം. ബാക്കിയുള്ളവര് ഗ്രൗണ്ട് വാട്ടർ, ബയോഡൈവേഴ്സിറ്റി ഒക്കെ എടുത്തോളാലോ. ബാക്കിയുള്ളവര് ആരും എടുത്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. അടുത്ത ക്ലാസ് ഞാൻ എടുക്കും മാം. എന്റെ ടോപ്പിക് വരുന്ന 9th ടോപ്പിക്കാണ്. ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആണ് വരുന്നത്. ഇന്ന് ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചതാണ്, കാരണം വേറെ ആരും എടുത്തില്ല. അങ്ങനെയാണെങ്കിൽ കാരണം അടുത്ത ആഴ്ചത്തായിട്ടും പറയാൻ പറ്റത്തില്ല. എന്നാൽ അടുത്ത ആഴ്ച ഞാൻ എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നുള്ളൂ. എപ്പോഴാണ് ആരും ഇല്ലെങ്കിൽ വെച്ചാല് അങ്ങനെ എടുക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ മാം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒന്നൊരു കാര്യം ഡൗട്ട് ചോദിച്ചോട്ടെ മാം. മാം, ഈ PGയുടെ ക്ലാസ് നമുക്ക് ഇതിപ്പം ഈ 1 കഴിഞ്ഞിട്ട് പിന്നെ 2:30 PGയുടെ ക്ലാസ്സിന് കയറണം മാം, ഇന്ന് തന്നെ? അതെ, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ? PGക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് മാം. 1:30 സ്റ്റാർട്ട് ചെയ്യണം. അല്ല, 2:30 സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. അതാണ് മാം. അപ്പൊ അത് 2:30 അപ്പം കയറേണ്ടി വരും അല്ലേ? 2:30 to 3:30. അതാണ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഈ റെഗുലർ ആയിട്ട് ഇനിയിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് മറ്റേ ക്ലാസ് അങ്ങനെയായിരിക്കും. ഓൾറെഡി PGയുടെ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്? ഉണ്ട് മാം, അത് സ്റ്റാർട്ടിങ്ങിലെ ബുക്ക് വന്നിട്ടുണ്ട്. അതിലൊരു ലിങ്ക് വരും, അപ്പൊ അതിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അത് ഓക്കെയാണ് മാം. പക്ഷെ ഈ ടൈമിംഗ് ആണ് ഇത് 1:00 ഇറങ്ങിയിട്ട് പിന്നെ 2:30 3:30 വരെ അതിലിരിക്കാനാണ് ഒരു മോനുണ്ട്. അതാണ് അല്ലാതെ വേറെ ടൈം കൂടിയിട്ട് നമ്മൾ PG ക്ലാസ്സസ് 2:30 ഓൾറെഡി MPയുടെ ചെയ്യാറ്. അപ്പൊ പിന്നെ അല്ലെങ്കിൽ സമയം പിന്നെ രാവിലെ എന്തായാലും ഉണ്ടാവില്ല. രാവിലെ ഓൾറെഡി നിങ്ങളുടെ 12 മണിക്ക് തുടങ്ങുന്നത്, അതൊരു 1 മണി വരെ പോകും. പിന്നെ അങ്ങനെ ഇതിൽ പറ്റില്ലെന്നാണ് ഓഫീസിലൊന്നും ചോദിച്ചാൽ മതി എങ്ങനെയാണെന്ന് കേട്ടോ. ഇല്ല, ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളാം മാം. ഓക്കെ മാം. അത് 2 മാസത്തേക്കല്ലേ ഉള്ളൂ PG, പെട്ടെന്ന് കഴിയില്ലേ? ഓക്കെ, സൈൻ ഔട്ട് ആരാടാ? ഞാനൊരു സോങ് ഉണ്ട്. മുൻപേ വാ എന്നൻപേ വാ, കൂടെ വാ ഉയിരേ വാ, മുൻപേ വാ എന്നൻപേ വാ, പൂപ്പൂവായി நான் நானா கேட்டேன் என்னை நானே, நான் நீயா நெஞ்சம் சொன்னதே, முன்பே வா என் அன்பே வா, பூப்பூவாய் பூப்பூவாய். Thank you ma'am. Okay, thank you, have a nice day. Thank you ma'am. Thank you ma'am. ശരി, കേട്ടോ.